അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു വലിയാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച നൂറുകണക്കിന് ആത്മീയ ആചാര്യന്മാരുടെ ചരിത്രം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ, വിഷമകരമായ ജീവിത അവസ്ഥകളിലൂടെ, വേദനാജനകമായ ജീവിത അനുഭവങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയ ഒരു മഹാനാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. ആ മഹാൻ്റെ പേരിൽ ഒരു അധ്യായം വിശുദ്ധ ഖുർആനിൽ വരണമെന്നുണ്ടെങ്കിൽ ആ മഹാൻ എത്ര ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ലോക ജനതയ്ക്ക് മുമ്പിൽ ഒരു മാതൃകാ പുരുഷനായിട്ട് ജീവിതം നയിച്ച മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം, ആ ചരിത്ര സത്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഭരണകാലത്ത് ആഫ്രിക്കയിലെ അബ്സീനിയ എന്ന ഗ്രാമത്തിൽ, ഈത്തപ്പനകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ ബാദൂർ എന്ന് പറയുന്ന ഒരു യുവാവ് ജീവിച്ചിരുന്നു. ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആടുകളെ മേച്ച് നടന്നിരുന്ന ബാദൂർ പ്രായപൂർത്തിയായപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട, തന്നെ മനസ്സിലാക്കുന്ന മതഭക്തയായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം ആ യുവാവും യുവതിയും, ആ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഒരുപാട് കാലം അവർ പ്രാർത്ഥനയുമായിട്ട് കഴിച്ചുകൂട്ടി. എന്നാൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്ക് പടച്ച തമ്പുരാൻ ലോക ചരിത്രം തന്നെ നിർണയിക്കപ്പെട്ട ഒരു മഹാമനുഷ്യനായിട്ട് പിന്നീട് മാറിയ ഒരു കുഞ്ഞിനെ നൽകുന്നത്. വളരെ സന്തോഷത്തോടെ ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് നെറ്റിയിൽ ചുടുചുംബനം അർപ്പിച്ചുകൊണ്ട് വിളിച്ച പേരാണ് ലുക്മാൻ എന്ന്. ലുക്മാൻ എന്ന് പേരിട്ട ആ കുഞ്ഞിനെ മാതാവും പിതാവും വളരെയേറെ സ്നേഹത്തോടെ, അതിലേറെ ശ്രദ്ധയോടെ വളർത്തി. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും നല്ലത് ചിലത് ആ കുഞ്ഞ് പഠിച്ചെടുത്തു. 4 വയസ്സായപ്പോഴേക്ക് അസാമാന്യ ബുദ്ധിശക്തിയുള്ള മകനായിട്ട് വളർന്നു. 4ാമത്തെ വയസ്സിൽ ആ കുഞ്ഞിനെ മതപരമായ അറിവ് പഠിപ്പിക്കാൻ, ധാർമ്മിക ബോധം പഠിപ്പിക്കാൻ ഇന്നത്തെ പോലെ മദ്രസ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ആ പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഗുരുകുല വിദ്യാഭ്യാസം. അഥവാ കാട്ടിൽ ആശ്രമങ്ങൾ കെട്ടി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുന്ന സൂഫി വര്യന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിക്കുക, അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അറിവ് പഠിപ്പിക്കുക എന്നത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണ്. അക്കാലത്ത് അബ്സീനിയ എന്ന ഗ്രാമത്തിൻ്റെ ഓരത്ത് ഒരു കുന്നിൻ ചെരുവിൽ കാട്ടിൽ ഒരു ആശ്രമം കെട്ടി ജീവിക്കുന്ന, ഒരു കൂര കെട്ടി ജീവിക്കുന്ന ഒരു സൂഫിവര്യനായ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന് വെറും ഒരു സൂഫിവര്യനായിരുന്നില്ല, അദ്ദേഹം ഒരു വൈദ്യനും കൂടിയായിരുന്നു. അതായത് പച്ചില മരുന്നുകളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു സൂഫിവര്യനായ മനുഷ്യൻ. അങ്ങനെ വൈദ്യനും സൂഫിവര്യനുമായ ആ മനുഷ്യൻ്റെ അടുത്താണ് 4ാമത്തെ വയസ്സിൽ സ്വന്തം മകനെ അന്നത്തെ വേദഗ്രന്ഥമായ സബൂർ പഠിക്കാൻ വേണ്ടി ബാപ്പ കൊണ്ടുപോയി വിടുന്നത്. 4ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി വിട്ട മകൻ 7ാമത്തെ വയസ്സിൽ, അഥവാ 3 വർഷം കൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥമായ സബൂർ മുഴുവൻ മനഃപ്പാഠമാക്കി. വിശുദ്ധ വേദഗ്രന്ഥം മുഴുവൻ മനഃപ്പാഠമാക്കി ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് പോരുകയായിരുന്നു. ഉസ്താദിൻ്റെ അടുത്ത് ശിഷ്യന്മാരായിട്ട് കുട്ടികൾ വേറെയും ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ അസാമാന്യ ബുദ്ധിശക്തിയുള്ള ഒരു മോനായിരുന്നു 7 വയസ്സുകാരൻ ലുക്മാൻ. ഉസ്താദ് ആ മകനെ അരികത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും വീട്ടിലേക്ക് പോകുവാണല്ലോ, ലുക്മാനെ നീയും പോകുവാണ്. പക്ഷെ നീ എൻ്റെ അടുക്കൽ ഒന്ന് നിന്നാൽ ലോക ജനതയ്ക്ക് അനുഗ്രഹമാകുന്ന മറ്റൊരറിവ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ലുക്മാൻ്റെ ലക്ഷ്യം തന്നെ അറിവ് നേടുക എന്നതായിരുന്നു. അതുകൊണ്ട് ലുക്മാൻ ഉസ്താദിനോട് വളരെ വിനയത്തോടെ പറഞ്ഞു, ഉസ്താദെ, അറിവ് നേടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിന്നോളാം. പക്ഷേ ലുക്മാനെ, എൻ്റെ മോനെ, ഞാൻ ഈ പഠിപ്പിക്കുന്ന അറിവിന് നീ ഒരു പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്, നീ ഒരു ഉറപ്പ് നൽകേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഈ പഠിപ്പിക്കുന്ന അറിവ് നീ ലോക ജനത കാണുന്നതിന് വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ പണം ഉണ്ടാക്കാൻ വേണ്ടിയോ ഉപയോഗിക്കാൻ പാടില്ല. ജനതയുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നേടേണ്ട അറിവാണ്. അപ്പോൾ പറഞ്ഞു, ഉസ്താദെ, ഞാൻ ചെയ്തോളാം. ഒരിക്കലും ഞാൻ അഹങ്കാരത്തിന് വേണ്ടിയോ പണം ഉണ്ടാക്കാൻ വേണ്ടിയോ
അല്ലെങ്കിൽ ജനത കാണുന്നതിന് വേണ്ടിയോ ഞാൻ ആ പണി ചെയ്യില്ല. ജനതയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ ആ പണി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ആ 7 വയസ്സുകാരൻ ലുക്മാൻ എന്ന ആ കുട്ടിക്ക് ഉസ്താദ് 2 വർഷം കൊണ്ട് ആ മഹത്തായ വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തു. 2 വർഷം കൊണ്ട് ലുക്മാന് പഠിച്ചെടുത്ത ഒരു വലിയ വിജ്ഞാന ശാഖയാണ് പച്ചമരുന്ന് സിദ്ധാന്തം. അത് പിന്നീട് ലോപിച്ച് ആയുർവേദിക് സിദ്ധാന്തമായി മാറി. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ആയുർവേദ സിദ്ധാന്തത്തിൻ്റെയൊക്കെ അടിത്തറ അവിടെയാണെന്നാണ് ലോകം വിശ്വസിച്ചു പോരുന്നത്. 2 വർഷം കൊണ്ട് ഉസ്താദിൽ നിന്ന് ലുക്മാൻ അത് പഠിച്ചെടുത്തു. അങ്ങനെ വേദഗ്രന്ഥവും വൈദ്യശാസ്ത്രവും മനഃപ്പാടമാക്കിയ ആ മകൻ 9ാമത്തെ വയസ്സിൽ ബാപ്പാൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. വീട്ടിലെത്തിയ ലുക്മാന് ഒരു സത്യം മനസ്സിലാക്കി. തൻ്റെ ബാപ്പാക്ക് പഴയ പോലെയുള്ള ഉണർവും ഉന്മേഷവും ഒന്നും കാണുന്നില്ല. കാരണം ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. എന്നും കാട്ടിലേക്ക് ആടിനെ മേക്കാൻ വേണ്ടി പോകുന്ന ബാപ്പയോട് ലുക്മാൻ പറഞ്ഞു, ബാപ്പ, ഇന്നു മുതൽ ആടിനെ മേക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാം. ഇനി മുതൽ ബാപ്പ അധ്വാനിക്കാതെ ഞാൻ മാത്രം അധ്വാനിച്ചുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാം. എന്താണ് അഭിപ്രായമെന്ന് ബാപ്പയോട് ചോദിച്ചപ്പോൾ ബാപ്പ പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. മോനെ, വയസ്സായില്ലേ, ഇപ്പോഴെനിക്ക് കാട്ടിലൊന്നും വന്ന് അധ്വാനിക്കാനാവുന്നില്ല. എൻ്റെ മോൻ അധ്വാനിച്ചോ, അതാ നല്ലത്. അങ്ങനെ ബാപ്പാൻ്റെ ജോലി ആ മോനെ ഏറ്റെടുത്തു. കാടുകളിൽ ആടിനെ മേക്കാൻ വേണ്ടി പോയാൽ ലുക്മാൻ അവിടെ ചെയ്യുന്നൊരു ജോലിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആടുകളെ അങ്ങോട്ട് മേക്കാൻ വിടും. എന്നിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും ആത്മീയ മന്ത്രങ്ങൾ ഉരുവിടുകയും സുജൂദിലും റുക്കോയിലും ഒക്കെയായിട്ട് ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുന്ന ഒരു പ്രവണതയുണ്ട് ലുക്മാന്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാട്ടിലേക്ക് ആട് മേക്കാൻ വേണ്ടിയിട്ട് കൂടെ പോകുന്ന. അവരൊക്കെ കളിത്തമാശകൾ പറഞ്ഞിട്ട് നേരം കളയും. ലുക്മാന് മാത്രം ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലിൽ ധ്യാനനിരതനായി ഇരിക്കുന്നത് കാണാം. ഇബാദത്തുകളുമായിട്ട് കഴിച്ചു കൂട്ടുന്നത് കാണാം. ഒരു ദിവസം ആടുകളെ മുഴുവന് മേക്കാൻ വിട്ടിട്ട് ഒരു മരത്തിൻ്റെ തണലിലിരുന്ന് കണ്ണടച്ച് പിടിച്ച് പടച്ച തമ്പുരാനെ ധ്യാനിക്കുന്ന ലുക്മാൻ്റെ അടുത്തേക്ക് കുറേ കുട്ടികൾ ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ലുക്മാനെ, ലുക്മാനെ, ഇങ്ങോട്ട് വാ. ലുക്മാന് കണ്ണ് തുറന്നുകൊണ്ട് എന്തേ എന്ന് ചോദിച്ചു. കുട്ടികൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. എന്താ പ്രശ്നമെന്ന് ലുക്മാൻ ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു, വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ ലുക്മാനെ, ഒരു കാര്യമുണ്ട്. ലുക്മാൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി, എന്താ പ്രശ്നം പറ. എടാ, നിൻ്റെ ആട്ടിൻകുട്ടിയെ ഒരു സിംഹം കടിച്ച് തിന്നാൻ പോകുന്നു. എന്ത്? നിൻ്റെ ആട്ടിൻകുട്ടിയെ ഒരു സിംഹം കടിച്ച് തിന്നാൻ പോകുന്നു എന്ന്. ലുക്മാൻ അങ്ങോട്ടോടി. ഒരു വലിയ സിംഹം തൻ്റെ ആടിൻ്റെ കഴുത്തിൽ കടിച്ചിട്ട് അതിനെ നിലത്തിട്ടടിക്കുന്നു. തൻ്റെ ആടിനെ കൊല്ലാൻ വേണ്ടി നിലത്തിട്ടടിക്കുന്ന രംഗം കണ്ട് എല്ലാ കുട്ടികളും ഭയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടി. ലുക്മാൻ ഒരു കല്ലെടുത്ത് ബിസ്മി ചൊല്ലി ആ സിംഹത്തിൻ്റെ മർമ്മം നോക്കി എറിഞ്ഞു. ആ കല്ല് സിംഹത്തിൻ്റെ മർമ്മസ്ഥാനത്ത് തന്നെ കൊണ്ട് സിംഹം വീണ് കിടന്ന് പിടഞ്ഞു ചത്തു. ചത്ത സിംഹം ഒരു സൈഡിലും തൻ്റെ ആട് മറു സൈഡിലും അങ്ങനെ കിടക്കുന്നു. ആ സമയത്ത് കൂട്ടുകാർ പറഞ്ഞു, ലുക്മാനെ, നിൻ്റെ ആടിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്, അത് മിക്കവാറും ചാവും എന്ന്. അപ്പോൾ ലുക്മാൻ തന്നെ ഉസ്താദ് പഠിപ്പിച്ച ആ മഹത്തായ അറിവൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. ലുക്മാൻ ഒരു പച്ചില മരുന്ന് പറിച്ചെടുത്ത് ഉള്ളം കൈയിലിട്ട് തിരുമ്മി അതിൻ്റെ നീരെടുത്ത് ആ ആടിൻ്റെ മുറിഞ്ഞ കഴുത്തിൽ അങ്ങോട്ട് പുരട്ടിക്കൊടുത്തു. ചുറ്റും കൂടി നിന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ആട് എഴുന്നേറ്റു നിന്നു. പിന്നീട് ആടിൻ്റെ നാക്കിൻ തുമ്പിലേക്കും ഒരു തുള്ളി പച്ചില മരുന്നിൻ്റെ നീര് ഉറ്റിച്ചു കൊടുത്തു. ആ പച്ചില ചാറിൻ്റെ രസം നുകർന്നുകൊണ്ട് ആട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവത്തിൽ കരഞ്ഞുകൊണ്ട് മേയാൻ പോയപ്പോൾ കൂട്ടുകാരെല്ലാവരും കൂടി ലുക്മാൻ്റെ ചുറ്റും വളഞ്ഞു. എന്നിട്ട് ലുക്മാനോട് ചോദിച്ചു, ലുക്മാനെ, ഇത് എന്തൊരു അത്ഭുതമാണ്, നോക്ക്, ഇത് എന്തൊരു അത്ഭുതമാണ്, ചാകാറായ ആട് എഴുന്നേറ്റ് നടക്കുന്നു. ലുക്മാൻ പറഞ്ഞു, ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അതേ, നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ 5 ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം. അവർ ചോദിച്ചു, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ 5 ഗുണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ലുക്മാന് 18ഓളം വരുന്ന തൻ്റെ കൂട്ടുകാരെ മുഴുവനും വിളിച്ചു വരുത്തി ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ 5 ഗുണങ്ങൾ വിവരിച്ചു. 1, സത്യസന്ധനാവുക, വിശ്വസ്തനാവുക എന്നതാണ്. ഒരു മനുഷ്യന് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ട 1ാമത്തെ ഗുണം സത്യസന്ധനാവുക, വിശ്വസ്തനാവുക എന്നതാണ്.
2 മാതാപിതാക്കളുടെ പൊരുത്തം നേടുക എന്നതാണ്. ജനിപ്പിച്ചു വിട്ട മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തം നേടിയെടുക്കാതെ ഒരു മനുഷ്യനും ലോകത്ത് നന്നായിട്ടില്ല, നന്നാവുകയുമില്ല. 3 പഠിപ്പിച്ച ഗുരുവര്യന്മാരുടെ കുരുത്തവും പൊരുത്തവും നേടിയെടുക്കുക. പഠിപ്പിച്ചവർ ആരുമാകട്ടെ, അവർ പഠിപ്പിച്ചു തന്ന ആ അറിവിൻ്റെ മഹത്വം കൊണ്ട് പഠിപ്പിച്ച ഉസ്താദുമാരെ, അധ്യാപകരെ, ഗുരുവര്യന്മാരെ ബഹുമാനിക്കുക. 4 ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടാതിരിക്കുക. നമ്മൾ ഇടപെടുന്ന കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം വേണം, അല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടരുത്. 5 അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കുക. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, പടച്ച തമ്പുരാന് വേണ്ടി ജീവിക്കുക. പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിച്ചാൽ ഒരു മനുഷ്യന് ലോകത്ത് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. കൂട്ടുകാർക്ക് ഈ 5 ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ലുക്മാന് തൻ്റെ ആടിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അന്ന് രാത്രി ലുക്മാന് തൻ്റെ പിതാവിൻ്റെ കൂടെ കിടക്കുകയാണ്. ബാപ്പയെ ചേർത്ത് പിടിച്ചാണ് കിടക്കുന്നത്. ബാപ്പ മോനെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞു. ലുക്മാൻ ഞെട്ടി ഉണർന്നു. പതിവിന് വിപരീതമായിട്ട് ബാപ്പാൻ്റെ ശരീരത്തിൽ നല്ല തണുപ്പുള്ളതുപോലെ ലുക്മാന് തോന്നി. ലുക്മാൻ തൻ്റെ ശരീരത്തിൽ നിന്ന് ബാപ്പാൻ്റെ കൈകൾ അടർത്തി മാറ്റി. ലുക്മാൻ മെല്ലെ ബാപ്പയെ മലർത്തി കിടത്തി. താഴെ ഒലിവെണ്ണക്ക് തിരികൊളുത്തി ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. എന്നിട്ട് ബാപ്പയെ പതുക്കെ വിളിച്ചു നോക്കി. ഈ ശബ്ദം കേട്ട് ഉണർന്ന ഉമ്മയും എണീറ്റ് ബാപ്പയെ വിളിച്ചു. 2 പേരും ചേർന്ന് ഉപ്പയെ വിളിച്ചു. പക്ഷേ ബഹാദൂർ എണീറ്റില്ല. അപ്പോഴാണ് ആ മകനും ഉമ്മയും ബാപ്പ മരിച്ചിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞത്. ലുക്മാനും ഉമ്മയും ഒരു ഭാഗത്തിരുന്ന് കരഞ്ഞു. ഇനി എനിക്ക് പിതാവില്ല എന്ന ഒരു വല്ലാത്ത സത്യം അവൻ അംഗീകരിച്ചു. കേവലം 9ാമത്തെ വയസ്സിൽ തൻ്റെ പിതാവ് വിട പറഞ്ഞു എന്ന പരമയാഥാർത്ഥ്യത്തെ ആ ലുക്മാൻ്റെ കുഞ്ഞു മനസ്സ് ഉൾക്കൊണ്ട് കഴിഞ്ഞു. നേരം വെളുത്ത് ബാപ്പാൻ്റെ മയ്യത്ത് മറവ് ചെയ്തു. ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയി. വല്ലാത്ത ക്ഷീണം കാരണം ലുക്മാന് ഒരു ഭാഗത്ത് ചെരിഞ്ഞ് ഇരുന്നു ഉറങ്ങി. സങ്കടവും ദുഃഖവും കൊണ്ട് മാതാവ് മറ്റൊരു മുറിക്കകത്ത് ചുരുണ്ടുകൂടി കിടന്നു. പെട്ടെന്ന് ലുക്മാൻ ഒരു അശരീരി കേട്ടു. ലുക്മാനെ, നീ ഇന്ന് ആടിനെ മേക്കാൻ പോയില്ലേ? ലുക്മാൻ ചാടി എഴുന്നേറ്റ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. എൻ്റെ ബാപ്പ വിളിക്കുന്നുണ്ടല്ലോ. പിന്നീട് മനസ്സിലാക്കി, എൻ്റെ ബാപ്പ ഇന്നില്ലല്ലോ. സങ്കടത്തോടെ അവിടെ തന്നെ പോയിരുന്നു. ലുക്മാൻ അവിടെ ഇരുന്ന് ഒന്ന് ഉറങ്ങിയപ്പോൾ വീണ്ടും, മോനെ ലുക്മാനെ, നീ ഉമ്മയെ നോക്കുന്നില്ലേ? അത് കേട്ടതും വീണ്ടും ചാടി എണീറ്റ് വീണ്ടും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. കരഞ്ഞുകൊണ്ട് ബാപ്പ ഇല്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി. ലുക്മാൻ തളർന്നുറങ്ങുന്ന ഉമ്മയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. യാത്ര പറയാൻ പോലും പറ്റാതെ തളർന്ന് ചുരുണ്ടുകൂടി കിടക്കുന്ന മാതാവിൻ്റെ കാല് തൊട്ട് വന്നിച്ച് ലുക്മാന് വീട്ടിൽ നിന്നിറങ്ങി നടന്നു. 3 ദിവസം ലുക്മാന് വീട്ടിലേക്ക് വന്നില്ല. അബിസീനിയയിലെ മണൽപ്പരപ്പിൽ മുൾച്ചെടികളുടെ ഓരത്ത് ആത്മീയ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് സുജൂദിൽ കഴിച്ചുകൂട്ടി ലുക്മാൻ. 3 ദിവസം കഴിഞ്ഞിട്ടും തൻ്റെ മകൻ തന്നിലേക്ക് വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ ആ മാതാവ് തൻ്റെ മകനെ തേടി വീട്ടിൽ നിന്നിറങ്ങി. മാതാവ് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അബിസീനിയയിലെ മണൽപ്പരപ്പിൽ സുജൂദിൽ കിടക്കുന്ന തൻ്റെ മകൻ്റെ അടുത്തെത്തി അവിടെ നിന്നു. സുജൂദിൽ നിന്നും എണീറ്റിരുന്നപ്പോൾ ആ ഉമ്മ അവൻ്റെ അരികത്തിരുന്നു. മകൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് ആ ഉമ്മ ചോദിച്ചു, മോനെ, നിനക്ക് ബാപ്പയോട് ബാധ്യതയുള്ളതുപോലെ തന്നെ ഉമ്മയോടും ബാധ്യതയില്ലേ? നീ എൻ്റെ കൂടെ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ലുക്മാന് പിന്നെ ഒന്നും ചിന്തിച്ചില്ല. മാതാവ് പറഞ്ഞതനുസരിച്ച് മാതാവിൻ്റെ കൂടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ മാതാവിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആ മകൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു, സന്തോഷത്തോടെ ജീവിച്ചു. എപ്പോഴും അവൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഉമ്മയോടൊരു ചോദ്യം ചോദിക്കുമായിരുന്നു, ഇന്ന് ഉമ്മാക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? അപ്പോൾ ആ ഉമ്മ പറയും, മകനെ, നീ മടങ്ങിയെത്തിയിട്ട് എൻ്റെ അടുത്ത് വേണം, അതിൽ പരം എനിക്ക് ഒന്നും വേണ്ടട്ടോ. അങ്ങനെ 6 മാസം അവൻ ഉമ്മാക്ക് വേണ്ടി ജീവിച്ചു. അതിനുശേഷം നശ്വരമായ ഈ ഭൂമിയെ ഇവിടെ ശേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിട്ട് ആ ഉമ്മയും യാത്രയായി. തൻ്റെ ഉമ്മയും മരണപ്പെട്ടപ്പോൾ താൻ ശരിക്കും ഒറ്റപ്പെട്ടതുപോലെയുള്ള പ്രതീതിയായി ലുക്മാന്. പക്ഷേ അവൻ ഏങ്ങി കരഞ്ഞില്ല, മാറത്തടിച്ച് വിലപിച്ചില്ല. ആദരപൂർവം ഇന്നാലില്ലാഹി ചൊല്ലി 6 അടി മണ്ണിൽ അന്ത്യവിശ്രമത്തിനായിട്ട് അവരെ ഒരുക്കുമ്പോൾ കണ്ണീർ തുള്ളികൾ തുരുതുരാ നിലത്ത് വീണുടഞ്ഞു. ഉമ്മയുടെ പരലോക സുഖത്തിന് വേണ്ടിയിട്ട് അവൻ്റെ നെഞ്ച് നിലവിളിച്ചു, ചുണ്ടുകൾ വിറച്ചു. അപ്പോഴും അവൻ്റെ മുഖം കരുത്തറിയിച്ച് നിന്നു. ഉമ്മയും ഉപ്പയും മരണപ്പെട്ട ലുക്മാൻ തീർത്തും അനാഥനായി എന്ന സത്യം തിരിച്ചറിഞ്ഞു. അതോടെ അവൻ വീട് പൂട്ടി പുറത്തിറങ്ങി അബിസീനിയയുടെ മണൽപ്പരപ്പിൽ ഏകനായ അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി ജീവിതം. ദിവസങ്ങൾ അങ്ങനെ നീണ്ടുപോയി.
ഒരു ദിവസം ഒരു നട്ടുച്ച നേരം കത്തിയെരിയുന്ന സൂര്യൻ്റെ ചുവട്ടിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ലുക്മാൻ അങ്ങനെ വിയർത്ത് കുളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വയോധികനായ മനുഷ്യന് ലുക്മാൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ലുക്മാൻ്റെ ദീർഘനേരത്തെ സുജൂദ് കഴിഞ്ഞ് എണീറ്റപ്പോൾ ആ മനുഷ്യൻ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ ലുക്മാൻ. ലുക്മാൻ സലാം അടക്കി. മുഖത്തേക്ക് നോക്കുമ്പോൾ ആണ് അറിയുന്നത് തന്നെ വനാന്തരത്തിൽ നിന്ന് വേദഗ്രന്ഥവും വൈദ്യശാസ്ത്രവും പഠിപ്പിച്ച ഉസ്താദാണ്. സലാം അടക്കി എണീറ്റ് നിന്ന ലുക്മാന് ഉസ്താദിൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ഉമ്മയും ഉപ്പയും പോയി. അപ്പോൾ ഉസ്താദ് ലുക്മാൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ മണൽപ്പരപ്പിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇബാദത്തുകളുമായിട്ട് കഴിഞ്ഞു കൂടാനാണോ നിൻ്റെ പുറപ്പാട്? എൻ്റെ ലുക്മാൻ ഇങ്ങനെയല്ലല്ലോ, എൻ്റെ ലുക്മാൻ ഇങ്ങനെ ആവരുതല്ലോ, എൻ്റെ ലുക്മാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ലോക ജനതയ്ക്ക് ഒരുപാട് നന്മകൾ ചെയ്യേണ്ടവനാണ് നീ. അതുകൊണ്ട് നീ ഈ നാട് വിട്ടു പോകണം, ഇവിടെ നിൽക്കാൻ പാടില്ല. ഉസ്താദെ, ഞാൻ എങ്ങോട്ടാ പോകുക? ഞാൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വരാം, ഉസ്താദിൻ്റെ കൂടെ ജീവിക്കാം. ഉസ്താദ് പറഞ്ഞു, വേണ്ട മോനെ, നീ എന്നേക്കാൾ വലിയവനാകേണ്ടവനാണ്. നീ ഇവിടം വിട്ടു പോകണം. നീ എന്നേക്കാൾ വലിയ ഒരു ഉസ്താദിൻ്റെ അടുത്തേക്ക് പഠിക്കാൻ പോകണം. അത് കേട്ടപ്പോൾ ലുക്മാന് താല്പര്യമായി. പഠിക്കാൻ വേണ്ടിയല്ലേ? ലുക്മാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ആരായിരിക്കും ആ ഉസ്താദ്? ലുക്മാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആ ശിഷ്യൻ്റെ മനസ്സറിയുന്ന ഉസ്താദ് പറഞ്ഞു, നീ ആലോചിക്കൊന്നും വേണ്ട, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉസ്താദിൻ്റെ അടുത്തേക്കാണ് നീ പഠിക്കാൻ പോകുന്നത്. ആരാണ് ആ ഉസ്താദ് എന്നറിയോ? ബൈത്തുൽ മുഖദ്ദസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്കാണ് നീ പഠിക്കാൻ പോകേണ്ടത്. അത് കേട്ടതും ലുക്മാന് ഭയങ്കര ആവേശമായി. പഠിക്കാൻ വേണ്ടി പോകാലോ, അതും ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക്, നബിയെ ഒന്ന് കാണാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ലുക്മാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു, നബിയുടെ ശിഷ്യനാവേണ്ടവനാണ് നീ. മാത്രമല്ല ഭാവിയിൽ നീ വിചാരിക്കാത്ത രൂപത്തിൽ ഒരു കല്യാണം കഴിക്കും മോനെ. ലുക്മാൻ പറഞ്ഞു, ഉസ്താദ്, എനിക്ക് വിവാഹം കഴിക്കണ്ട. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മോനെ, അത് നീ തീരുമാനിക്കും പോലെയല്ല, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് നടക്കും തീർച്ചയാണ് എന്ന് പറഞ്ഞ് ആ ശിഷ്യൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ട് ആ ഉസ്താദ് പറഞ്ഞു വിട്ടു ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ലുക്മാൻ ബൈത്തുൽ മുഖദ്ദസ് ലക്ഷ്യമാക്കിയിട്ട് യാത്ര തുടങ്ങി. കേവലം 9.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ ലുക്മാൻ്റെ മനസ്സ് നിറയെ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കാണാനുള്ള ആഗ്രഹമായിരുന്നു. നീണ്ട യാത്രക്കൊടുവിൽ ലുക്മാൻ വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലെത്തി. ബൈത്തുൽ മുഖദ്ദസിൻ്റെ പൂമുഖത്ത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ലുക്മാൻ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. ആ മനുഷ്യന് വലൈക്കും അസ്സലാം എന്ന് സലാം മടക്കിയിട്ട് തിരിച്ചൊരു ചോദ്യം കൂടി ചോദിച്ചു, മോനെ, എവിടെ നിന്ന് വരുന്നു? ലുക്മാൻ പറഞ്ഞു, ഞാൻ കുറേ ദൂരെ നിന്ന് വരികയാണ്. എന്താണ് ലക്ഷ്യം? ദാവൂദ് നബി അലൈഹി സ്വലാമിനെ ഒന്ന് കാണണം. എന്നാൽ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂടെ കൂട്ടി നേരെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മറുഭാഗത്ത് വിശാലമായ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ലുക്മാന് ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. ആ വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ഒരാൾ ലുക്മാൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അൽഹംദുലില്ലാ, ലുക്മാൻ എന്നാണ് പേര് അല്ലേ? അപ്പോൾ ഞെട്ടിയിട്ട് ലുക്മാൻ ചോദിച്ചു, ഞാൻ എൻ്റെ പേര് അങ്ങയോട് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ മനസ്സിലായി ഞാൻ ലുക്മാൻ ആണെന്ന്? അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ വിശ്വാസമുണ്ടോ? എങ്കിൽ മോൻ ഉദ്ദേശിക്കുന്ന ദാവൂദ് നബി അലൈഹിസ്സലാം ഞാനാണ് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, കുട്ടി എന്തിനാണ് വന്നത്? എനിക്ക് നബിയുടെ ശിഷ്യനാകണം. ലുക്മാൻ മറുപടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാതാപിതാക്കളുടെ സ്നേഹം കിട്ടി ജീവിക്കേണ്ട പ്രായമല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ മോനെ? അതിന് നബിയെ, എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി, എൻ്റെ ഉസ്താദാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നബിയുടെ ശിഷ്യനാകാൻ വേണ്ടി. അപ്പോൾ നബി പറഞ്ഞു, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ നിന്നെ എൻ്റെ ശിഷ്യനാക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഉസ്താദ് പറഞ്ഞു വിട്ടതാണെങ്കിൽ ശിഷ്യനാക്കാം, പക്ഷേ അതിനു മുൻപ് എനിക്ക് നിൻ്റെ യോഗ്യത അറിയേണ്ടതുണ്ട് മോനെ. നബി ചോദിച്ചു, മോനെ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഉടനെ തന്നെ ലുക്മാൻ തെല്ലും ആലോചിക്കാതെ പറഞ്ഞു, ഉണ്ട് നബിയെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഏതാണ് മോനെ ആ സന്ദർഭം? അത് പറയൂ. ലുക്മാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ബാപ്പ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ലുക്മാനെ, ഉപ്പാക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് നീ
കുറച്ച് ആടിൻ്റെ പാല് കറന്നിട്ട് ഉപ്പാക്ക് കൊണ്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആടിൻ്റെ പാല് കറക്കുന്ന പാത്രം എടുത്തിട്ട് പാല് കറന്നെടുക്കാൻ വേണ്ടി പോയി. പാല് കറന്നെടുത്ത് തിരിച്ച് വരുമ്പോൾ എൻ്റെ വാപ്പ ഉറങ്ങിപ്പോയി. ബാപ്പാനെ ഉണർത്തിയിട്ട് പാല് കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയെങ്കിലും ഞാൻ ചിന്തിച്ചു, വേണ്ട, ക്ഷീണം കാരണം ഉറങ്ങല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് ഉണരുമല്ലോ, അപ്പോൾ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ബാപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. അപ്പോഴേക്ക് ഉമ്മ വന്ന് ചോദിച്ചു, മോനെ എന്തു പറ്റി? ഞാൻ പറഞ്ഞു, ഉപ്പ പാലിന് പറഞ്ഞ് എടുത്തു വന്നപ്പോഴേക്ക് ഉപ്പ ഉറങ്ങിപ്പോയി, മോൻ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. അല്ല ഉമ്മ, അത് വേണ്ട, ഉപ്പ ഉണരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ചിലപ്പോങ്കിൽ ഉപ്പാക്ക് സങ്കടം തോന്നിയാലോ വിഷമം വന്നാലോ, അതുകൊണ്ട് ഞാൻ നിന്നോളാം, ഉമ്മ കിടന്നോളൂ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ നിന്നു. നേരം വെളുത്തപ്പോഴാണ് എൻ്റെ ബാപ്പ ഉണർന്നത്. കണ്ണു തുറന്ന് ബാപ്പ എന്നോട് ചോദിച്ചു, മോൻ ഇന്നലെ രാത്രി മുതൽ എന്നെ കാത്ത് അങ്ങനെ നിൽക്കുവാണോ? ഞാൻ പറഞ്ഞു, അതെ ബാപ്പ. ബാപ്പ പാല് കുടിച്ചോളൂ. ബാപ്പ എണീറ്റു പോയിട്ട് അംഗശുദ്ധി വരുത്തി തിരിച്ചു വന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പാലെടുത്ത് വായിൽ ഒഴിച്ചു. പിന്നെ ബാപ്പ എന്നെ നോക്കി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ബാപ്പാൻ്റെ കണ്ണുനീർ താടി രോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങി. ബാപ്പ ആ പാല് തുപ്പിക്കളഞ്ഞിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചു. ഉപ്പ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഉപ്പാൻ്റെ കണ്ണുനീരിൻ്റെ നനവ് ഞാൻ അറിഞ്ഞു നബിയെ. ആ ഒരു സന്ദർഭം എന്നും എനിക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്ന ഒരു അനുഭവമാണ്. ഇത് കേട്ടപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ, നീ ഉമ്മയുടെയും ഉപ്പയുടെയും ഗുരുവിൻ്റെയും ഒക്കെ അനുഗ്രഹം കിട്ടിയ കുട്ടിയല്ലേ, അതുകൊണ്ട് നീ എൻ്റെ ശിഷ്യനാകാൻ യോഗ്യനാണ്. അതുകൊണ്ട് നീ എൻ്റെ മകൻ സുലൈമാനെ വിളിച്ചു കൊണ്ടുവാ. ലുക്മാൻ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയിട്ട് സുലൈമാനെ വിളിച്ചു. സുലൈമാൻ ഓടി വന്നു. ആരാണ് ഈ സുലൈമാൻ? ലോകം അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം. ലുക്മാൻ ആ മഹാനായ മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്നു. ലുക്മാൻ്റെ അതേ പ്രായമാണ് സുലൈമാന്. സുലൈമാനും ലുക്മാനും വളരെ പെട്ടെന്ന് സലാം പറഞ്ഞ് സുഹൃത്തുക്കളായി. സുലൈമാൻ ചോദിച്ചു, നീയാണോ എന്നെ വിളിച്ചത്? അതെ. നീ ആരാ? ഞാൻ ലുക്മാനാണ്. അല്ല, നീയാണോ സുലൈമാൻ? അതെ. എന്നാൽ നബി വിളിക്കുന്നുണ്ട്. പടച്ചോനെ, എൻ്റെ ബാപ്പയോ? എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം. അങ്ങനെ രണ്ടുപേരും കൂടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മുൻപിലെത്തി. ദാവൂദ് നബി രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. എന്നിട്ട് മകൻ സുലൈമാനോട് പറഞ്ഞു, മോനെ, ഇത് ലുക്മാൻ. ഈ ലുക്മാൻ്റെ കൂടെയാകണം നിൻ്റെ ജീവിതം, ലുക്മാൻ്റെ കൂടെയാകണം നിൻ്റെ കളി, ലുക്മാൻ്റെ കൂടെയാകണം നിൻ്റെ ഇബാദത്ത്, ലുക്മാൻ്റെ കൂടെയാകണം നിൻ്റെ ഉറക്കം. ഈ ലുക്മാനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പഠിക്കാനുണ്ട് എന്ന് സ്വന്തം മകനോട് ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു. എന്നിട്ട് ലുക്മാനോട് പറഞ്ഞു, മോനെ, നിനക്ക് അനുവദിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ സമയം വരെ നിനക്ക് ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞാൽ നിനക്ക് എന്നോടൊപ്പമുള്ള ജീവിതം മതിയാക്കി ഇവിടെ നിന്ന് വിട പറഞ്ഞ് പോകാനൊരു സമയമുണ്ട്. അപ്പോൾ നിനക്ക് പോകുകയും ചെയ്യാം. അങ്ങനെ രണ്ടുപേരും നബിയുടെ ശിഷ്യന്മാരായിട്ട് ജീവിച്ചു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പിൻ്റെ കമ്പി കൊണ്ട് വല നെയ്യുകയായിരുന്നു. അപ്പോൾ നബിയുടെ മുൻപിൽ രണ്ട് സ്ത്രീകൾ വന്നു, ഒരു കറുത്ത പെണ്ണും ഒരു വെളുത്ത പെണ്ണും. അവർ നബിയുടെ മുൻപിൽ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നതാണ്. കറുത്ത പെണ്ണിൻ്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്. നബി ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ ആ വെളുത്ത പെണ്ണ് പറഞ്ഞു, എൻ്റെ പൊന്നു നബിയെ, അവളുടെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് എൻ്റേതാണ്, അത് എനിക്ക് അങ്ങ് വാങ്ങിത്തരണം, അവൾ കട്ടതാണ്. ഉടനെ തന്നെ ആ കറുത്ത സ്ത്രീ പറഞ്ഞു, ഒരിക്കലും തരില്ല, ഇത് എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ സ്വന്തം കുഞ്ഞാണ്, അവൾ കളവ് പറയുകയാണ്. ഇത് കേട്ട് ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ സത്യം പറയണം, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോകേണ്ടതാണ്. സത്യമാണ് നബിയെ, എൻ്റെ കുട്ടിയാണ് എന്ന് വെളുത്ത സ്ത്രീ. ഉടനെ തന്നെ കറുത്ത സ്ത്രീ, അവൾ കളവാണ് പറയുന്നത്, ഇത് എൻ്റെ കുട്ടിയാണ്. നബി കുട്ടിയെ നോക്കി. കുട്ടി നല്ല ഉറക്കത്തിലാണ്. ഉടനെ തന്നെ നബി സുലൈമാനെയും ലുക്മാനെയും വിളിച്ചു. മക്കളെ, സുലൈമാനെ, ലുക്മാനെ, രണ്ടുപേരും ഇവിടെ വരൂ, എന്നിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണൂ. ഉടനെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം, ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഓടിയെത്തി. അതീവ ബുദ്ധിശാലിയായ സുലൈമാൻ നബി അലൈഹിസ്സലാം രണ്ട് സ്ത്രീകളോടും കൂടി ചോദിച്ചു, ആരുടേതാണ് കുട്ടി? ചോദിച്ചത് കേട്ടില്ലേ, ആരുടേതാണ് കുട്ടിയെന്ന്. ഉടനെ തന്നെ രണ്ട് സ്ത്രീകളും ഒരേ സ്വരത്തിൽ പറയുകയാണ്, എൻ്റേതാണ് കുട്ടിയെന്ന്.
നിങ്ങൾ സത്യം പറയണമെന്ന് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞു എൻ്റേതാണ് കുട്ടിയെന്ന്. പ്രശ്നം തീരുന്നില്ലെന്ന് കണ്ടപ്പോൾ ലുക്മാൻ തൻ്റെ കൂട്ടുകാരനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, സുലൈമാനെ, താങ്കൾ അടുക്കളയിൽ പോയിട്ട് നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ടുവരൂ. ഈ പ്രശ്നത്തിന് ഇങ്ങനെയല്ലാത്ത ഒരു പരിഹാരം നാം കാണുന്നില്ല. ഉടനെ തന്നെ സുലൈമാൻ കത്തി കൊണ്ടുവന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ചേർന്ന് അവിടെ കിടക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ടേബിൾ എടുത്ത് നിവർത്തിയിട്ടു. ലുക്മാൻ കറുത്ത സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച്, കുഞ്ഞ് നല്ല ഉറക്കമാണ്, കുഞ്ഞിനെ ഇരുമ്പിൻ്റെ ടേബിളിൻ്റെ മുകളിൽ മലർത്തി കിടത്തി. കുഞ്ഞിൻ്റെ മുഖം രണ്ട് സ്ത്രീകൾക്കും കാണുന്ന രൂപത്തിൽ കിടത്തിയിട്ട് ലുക്മാൻ സുലൈമാൻ നബിയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിച്ചു. മലർന്നു കിടക്കുന്ന കുഞ്ഞിൻ്റെ മധ്യഭാഗത്ത് കത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞാൻ മുറിക്കാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ സംസാരിച്ചതിനാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായിട്ട് വീതിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രശ്നത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാം അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ലുക്മാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ 2 കഷ്ണമാക്കാൻ പോവുകയാണ്. ലുക്മാൻ രണ്ടുപേർക്കും സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ കറുത്ത പെണ്ണ് പറഞ്ഞു, മുറിക്കാണെങ്കിൽ മുറിച്ചോ, ഒരു വിരോധവുമില്ല. ഉടനെ വെളുത്ത സ്ത്രീ ഓടി വന്നിട്ട് കയ്യിന് പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലണ്ട, അവളുടെ കുഞ്ഞാണ്, അവൾക്ക് കൊടുത്തേക്ക്. ഇത് അവളുടെ കുഞ്ഞാണ്, എനിക്ക് വേണ്ട, അവൾ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതാ, എൻ്റെ കുഞ്ഞല്ല, അവളുടെ കുഞ്ഞാണ്, അവൾ എടുത്തോട്ടെ, അവൾക്ക് കൊടുത്തേക്ക് എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ആ വെളുത്ത സ്ത്രീയോട് തൻ്റെ കയ്യിലുള്ള കത്തി താഴെ ഇട്ടിട്ട് ലുക്മാൻ പറഞ്ഞു, ഈ കുഞ്ഞ് നിന്റെ കുഞ്ഞാണെന്ന് ഇതിനോടകം എനിക്ക് ബോധ്യമായിരിക്കുന്നു. കാരണം കുഞ്ഞിനെ കൊല്ലാൻ നീ അനുവദിക്കുന്നില്ല, കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാൻ നീ അനുവദിക്കുന്നില്ല. മാത്രമല്ല, അവളുടെ കയ്യിലാണെങ്കിലും കുഞ്ഞ് ജീവനോടെ ഇരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവല്ലോ. കുഞ്ഞിനെ നൊന്തുപെറ്റ മാതാവ് നീയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്നു പറഞ്ഞ് ലുക്മാൻ കുഞ്ഞിനെ വെളുത്ത സ്ത്രീക്ക് നൽകി. ആ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുടുചുംബനങ്ങൾ നൽകി സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഈ രംഗം കണ്ടതിനു ശേഷം ദാവൂദ് നബി അലൈഹിസ്സലാം എണീറ്റ് വന്നിട്ട് ലുക്മാനോട് പറഞ്ഞു, മോനെ ലുക്മാനെ, നീ ഒരു കാര്യം അറിയണം. നിനക്ക് എൻ്റെ കൊട്ടാരത്തിൽ താമസിക്കേണ്ട സമയം അവസാനിച്ചിരിക്കുന്നു. ഇനി ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എപ്പോഴും പിശാച്ചിൻ്റെ ശല്യമുണ്ടാകും, വഴി പിഴപ്പിക്കാനുള്ള ശ്രമമുണ്ടാകും. അതിൽ നിന്ന് രക്ഷ നേടാൻ പടച്ച തമ്പുരാനോട് കാവൽ ചോദിക്കണമെന്ന ഉപദേശത്തോടെയാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അങ്ങനെ നീണ്ട കൊല്ലക്കാലം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ലോകത്തിൻ്റെ പല ഭാഗത്തിലൂടെയും സഞ്ചരിച്ചു. ഇപ്പോൾ 25 വയസ്സുള്ള നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ആരോഗ്യവാനാണ്. ഒരു ദിവസം അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ജനങ്ങളെല്ലാവരും 4 ഭാഗത്തേക്കും ചിതറി ഓടുന്നു. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഓടുന്ന ഒരാളെ പിടിച്ചു വെച്ചിട്ട് ചോദിച്ചു, ഏയ് എങ്ങോട്ടാ ഓടുന്നത്, എന്താ പ്രശ്നം? അയാൾ പറഞ്ഞു, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ, അങ്ങാടിയിൽ അടി നടക്കുന്നു. ലുക്മാന് വേഗം അടി നടക്കുന്ന സ്ഥലത്തെത്തി. നോക്കുമ്പോൾ 2 സമുദായത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ആയുധ പ്രയോഗമായിരുന്നു. അത് ചെറിയ രീതിയിലുള്ള അടിയൊന്നുമായിരുന്നില്ല. ആയുധ പ്രയോഗം നടത്തി കൈയും കാലും മുറിഞ്ഞ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ മുറിഞ്ഞ് നിലത്ത് വീണ് കിടക്കുന്നു ചിലർ. അടി കഴിഞ്ഞ് ആളുകൾ 4 ഭാഗത്തേക്കും പോയി. പക്ഷേ പരിക്കേറ്റവർ നിലത്ത് വീണ് കിടന്ന് മരണവേദനയാൽ പിടയുന്നു. ഇത് കണ്ട് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് സഹിച്ചില്ല. അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പടച്ചോനെ, ഈ മനുഷ്യർക്ക് എന്തു പറ്റി? ഇവരുടെ ബുദ്ധി മരവിച്ചു പോയോ? ഒരൊറ്റ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളല്ലേ ഇവർ? എന്താണ് ഇവരിങ്ങനെ തമ്മിലടിക്കുന്നത്? കിടന്ന് പിടയുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. വേഗം കുറച്ച് പച്ചില മരുന്ന് കൊണ്ടുവന്നു. വനാന്തരത്തിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ച അറിവ് വീണ്ടും പ്രയോഗിക്കാൻ തീരുമാനിച്ചു ലുക്മാൻ. വ്യത്യസ്ത ഗുണങ്ങളുള്ള ഓരോ പച്ചില മരുന്നുകളും തൻ്റെ ഉള്ളംകൈയിലിട്ട് തിരുമ്പി അതിൻ്റെ നീരെടുത്ത് കൈ മുറിഞ്ഞവൻ്റെയും കാല് മുറിഞ്ഞവൻ്റെയും ശരീരത്തിൻ്റെ സകല ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചവൻ്റെയും ഒക്കെ ശരീരത്തിൽ പ്രയോഗിച്ചു. അവരുടെയൊക്കെ ശരീരഭാഗങ്ങൾ ആദ്യമുണ്ടായിരുന്ന അതേ രൂപത്തിൽ നേരെയാക്കി. ഈ രംഗം കണ്ട് ചുറ്റും കൂടി നിന്നവർ അത്ഭുത സ്തബ്ധരായി. മരുന്ന് പ്രയോഗിച്ച ആളുകളൊക്കെ കേടുപാടുകൾ സംഭവിച്ച തങ്ങളുടെ കൈയും കാലും അനക്കിയും ഇളക്കിയും ഒക്കെ നോക്കി. എന്നിട്ട് അത്ഭുതത്തോടെ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ നോക്കി.
പാതി ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നവരുടെ ഒക്കെ വായിലും കുറേശ്ശെ പച്ചില നീര് ഉറ്റിച്ചു കൊടുത്തു. പൂർവാധികം ശക്തിയോടെയും ആരോഗ്യത്തോടെയും അവർ എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും അടി നടക്കുന്ന ഭാഗത്ത് നിന്ന് 4 ഭാഗത്തേക്കും ചിതറി ഓടിയ എല്ലാവരും തിരിച്ചു വന്ന് ഒരുമിച്ച് കൂടിയിരുന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്തിയതിന് ശേഷം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ജനങ്ങൾ ആവേശഭരിതരായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതിൽ ഒരാൾ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിങ്ങളാരാ? ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു മുസാഫിറാണ്, ഒരു വഴിപോക്കൻ. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വേണം എന്ന് പറഞ്ഞ് ആ ജനക്കൂട്ടം ലുക്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേക മുറി ഒരുക്കി കൊടുത്ത് ലുക്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആ മുറിക്ക് അകത്തിരുത്തി. മുറിയുടെ ഉള്ളിലിരുന്ന് ഇബാദത്തെടുക്കുന്ന ലുക്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാനായി ജനങ്ങൾ ഒഴുകിയെത്തി. മുതിർന്നവരും ചെറുപ്രായക്കാരും കുട്ടികളും വയസ്സായവരും എന്നുവേണ്ട ജനങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. ചിലർ അദ്ദേഹത്തെ കാണാനാവാതെ നിരാശയോടെ അവിടെ താമസിച്ചു. നേരം വെളുത്തിട്ട് കാണാം എന്ന് കരുതി. അർദ്ധരാത്രിയായി എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ലുക്മാൻ റളിയല്ലാഹു അൻഹു വേഷം മാറി പതുക്കെ പുറത്തിറങ്ങി. അദ്ദേഹം നടന്നു നീങ്ങി കുറേ ദൂരം എത്തിയപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം ചോദിച്ചു, അസ്സലാമു അലൈക്കും യാ ലുക്മാൻ. ലുക്മാൻ റളിയല്ലാഹു അൻഹു സലാം മടക്കിയതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് പിന്നെ മനസ്സിലാക്കി തരാം. ഒരു സത്യസന്ധമായ വസ്തുത മനസ്സിലാക്കി തരാൻ വേണ്ടി വന്നതാണ്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണത്? ലോകത്ത് അള്ളാഹു ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി ചില ആത്മീയ ആചാര്യന്മാരെ നിയോഗിക്കാറുണ്ട്. ഓരോ കാലഘട്ടത്തിൻ്റെ മനുഷ്യ മനസ്സിനെ നേർവഴിക്ക് നയിക്കാൻ ചില മനുഷ്യരെ അള്ളാഹു നിയോഗിക്കും. ഈ കാലഘട്ടത്തിൻ്റെ ആത്മീയ ആചാര്യനായിട്ട് നിയോഗിച്ച വ്യക്തി ഈ രാത്രി മരിച്ചുപോയി. അതുകൊണ്ട് ആ സ്ഥാനത്ത് താങ്കളെയാണ് അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കഅബാലയത്തിലെത്തണം. അവിടെ ലോകത്തിലെ വിവിധ തലങ്ങളിലുള്ള ആദർശ പുരുഷന്മാർ സമ്മേളിച്ചിരിക്കുന്നു. അവർക്ക് നിങ്ങളെ കാണണം, ബൈഅത്ത് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അവിടെ എത്തണം. അപ്പോൾ ലുക്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 1000 കാതങ്ങൾക്കപ്പുറമുള്ള കഅബാലയത്തിൽ ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ എത്തുക? ആ സമയത്ത് വെളുത്ത വസ്ത്രം ധരിച്ച് മനുഷ്യരൂപത്തിൽ വന്ന ആ മലക്ക് പറഞ്ഞു, ഞാൻ പറയുന്ന വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് കണ്ണടച്ച് പിടിക്കുക. താങ്കളുടെ ലക്ഷ്യം മക്കയാക്കുക. കണ്ണ് തുറക്കുമ്പോൾ മക്കയിലുണ്ടാകുമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ ചെയ്തു. ലുക്മാൻ റളിയല്ലാഹു അൻഹു കണ്ണടച്ചു പിടിച്ച് പറഞ്ഞു തന്ന വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് ലക്ഷ്യം മക്കയാക്കി. കണ്ണ് തുറന്നു നോക്കുമ്പോൾ മക്കയിൽ കഅബാലയത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആദർശ പുരുഷന്മാരുമായിട്ട് സമ്മേളിച്ചു. കഅബ തവാഫ് ചെയ്തു. നേരം വെളുത്തു. കഅബയും വിട്ട് നടന്നു. അങ്ങനെ നടന്ന് ഒരുപാട് ദൂരം നടന്നപ്പോൾ ഒരു യാചകൻ വന്നിട്ട് ലുക്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, മനുഷ്യ എന്തെങ്കിലും താ. ലുക്മാൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒരു വാടിത്തളർന്ന മുഖമുള്ള ഒരു മനുഷ്യൻ. ഉടനെ തന്നെ ലുക്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല സഹോദര, ഞാൻ നിന്നെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. അല്ല, എന്തെങ്കിലും താ. സഹോദര, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും. എൻ്റെ കയ്യിൽ ഞാൻ ഈ ഉടുത്ത തുണി മാത്രമേ ഉള്ളൂ. അത് തന്നാൽ പിന്നെ നാണം മറക്കാൻ എനിക്ക് മറ്റൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് നീ പോ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഉടനെ യാചകൻ്റെ അടുത്ത ചോദ്യം, എനിക്ക് എന്തെങ്കിലും താ. അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുന്നു, ദിവസങ്ങളായിട്ട് ഞാനും കുട്ടികളും പട്ടിണിയിലാണ്. എനിക്ക് എന്തെങ്കിലും താ. ലുക്മാൻ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഈ മനുഷ്യൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയാണ് ചോദിക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. ഏയ്, അങ്ങനെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ചോദിക്കല്ല, എൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഉടനെ യാചകൻ, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി തന്നെയാണ് ചോദിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും താ. ഉടനെ ലുക്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് ഞാൻ എന്നെ തന്നെ തരാം. യാചകൻ അന്താളിച്ചു നിന്നു. അതെ, എൻ്റെ ഈ ശരീരം അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റ് കിട്ടുന്ന പണം നിങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിയുമെങ്കിൽ ആ പണം കൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ, അല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിൽ തരാനില്ല. ഇത് കേട്ടപ്പോൾ യാചകന് നല്ല സന്തോഷമായി. എങ്കിലും ചെറിയ ഒരു സംശയത്തിൽ യാചകൻ വീണ്ടും ചോദിച്ചു, താങ്കൾ സമ്മതിച്ചല്ലോ അല്ലേ?
ഉടനെ ലുക്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാ സംശയിക്കുന്നത്, എന്നെ കൊണ്ടുപോയിക്കോളൂ, എന്നാ പിന്നെ വേഗം നടക്ക്. ലുക്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങോട്ട്? കിഴക്കോട്ട്. അവിടെ എന്താ? അവിടെയാണ് അടിമച്ചന്ത. അങ്ങനെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി ലുക്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിർത്തി നല്ല ഒരു അറിയിപ്പ് പാസാക്കി. ശ്രദ്ധിക്കുക, കയ്യിനോ കണ്ണിനോ കാലിനോ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലാത്ത ഒരടിമ, നീഗ്രോ ആയ അതീവ കരുത്തുള്ള ഒരടിമ. 190 പൊന്നാണ് അടിമയുടെ വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. മനുഷ്യനെ തന്നെ വിലപേശി വിൽക്കുന്ന വ്യാപാര കേന്ദ്രമാണ് അടിമച്ചന്ത. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന വ്യാപാര കേന്ദ്രമാണ് അടിമച്ചന്ത. യജമാനൻ്റെ അനുവാദമില്ലാതെ ചലിക്കാനോ ഭക്ഷിക്കാനോ സ്വാതന്ത്ര്യമില്ലാത്ത അടിമകളെയാണ് അവിടെ കാണാനാവുക. കുട്ടികൾ, യുവാക്കൾ, സ്ത്രീകൾ എന്നിങ്ങനെ വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട് അടിമകളെ വാങ്ങാൻ വന്നവരെക്കാൾ വിൽപ്പന കാണാൻ വന്നവരാണ് കൂടുതൽ പേരും. അടിമകളെ വേണ്ടവരും വേണ്ടാത്തവരും വന്നിട്ട് കുത്തിയും ഇടിച്ചുമൊക്കെ അടിമകളുടെ ആരോഗ്യം അളക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചിലർ വന്നിട്ട് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ നോക്കി. ആരോഗ്യവാനായ, കാണാൻ നല്ല ഭംഗിയുള്ള നീഗ്രോ. മസിലുകൾ പിടിച്ചു നോക്കി, സൂര്യപ്രകാശമേറ്റ് വെട്ടിത്തിളങ്ങുന്ന മസിലുകൾ. 190 പൊന്നല്ല, 400 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്താലും ലാഭമാണ്. അത്രയും ആരോഗ്യവാനായിരുന്നു ആ മനുഷ്യൻ. ഇത് മനസ്സിലാക്കിയ ഒരാൾ രംഗത്ത് വന്ന് 200 ദിനാർ എണ്ണിക്കൊടുത്ത് യാചകൻ്റെ കയ്യിൽ നിന്നും ആ അടിമയെ വാങ്ങി. യാചകൻ പണം എണ്ണി നോക്കി. എത്ര മഹാനായ മനുഷ്യനാണ്! ഒരാൾ വന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് യാചിച്ചു. അള്ളാഹുവിനെ ഓർത്ത് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ശരീരം ദാനം ചെയ്ത മനുഷ്യനാണ്. എത്ര ഉന്നതനാണ് അയാൾ എന്ന് ചിന്തിച്ചുകൊണ്ട് യാചകൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. യാചകൻ നടന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അടിമയെ വാങ്ങിയ ആളും അടിമയും ഒരുപാട് ദൂരെ എത്തിയിരുന്നു. പോകുന്ന വഴിയിൽ യജമാനൻ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ നിൻ്റെ പേര്? ഞാൻ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നിനക്ക് എന്തൊക്കെ പണി അറിയാം? എല്ലാ പണിയും അറിയാം. എല്ലാ പണിയും നല്ല വെടിപ്പായിട്ട് ചെയ്യോ? അതെ, ഒരുവിധം പണികളൊക്കെ ചെയ്യും. എൻ്റെ വീട്ടിലെ ജോലികളും തോട്ടത്തിലെ ജോലികളുമൊക്കെ ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒന്ന് ചിരിച്ചു. ഉടനെ യജമാനൻ ചോദിച്ചു, അബ്ദുള്ള, നീ എന്തിനാണ് ചിരിച്ചത്? അത് വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാണ്. അല്ല, നീ എന്നെ കളിയാക്കി ചിരിച്ചതാണ്. ഒരിക്കലുമല്ല. ഞാൻ ഒന്നുമില്ലാതെ തനിച്ച് മണ്ണറക്കുള്ളിൽ അന്തി ഉറങ്ങേണ്ടി വരുന്ന മനുഷ്യൻ്റെ പണമുണ്ടാക്കാനുള്ള ആർത്തി ആലോചിച്ച് ചിരിച്ചതാണ്. അത് ശരി, അപ്പോൾ അതാണ് കാര്യം. അബ്ദുള്ള, നീ ആൾ ശരിയല്ലല്ലോ. നീ ആരാണെന്നാ നിൻ്റെ വിചാരം? നിൻ്റെ സംസാരം കേട്ടാൽ നീ വേദഗ്രന്ഥത്തിൽ അവഗാഹമുള്ള പ്രസിദ്ധ തത്വജ്ഞാനിയായ ലുക്മാനുൽ ഹക്കീമാണെന്ന് തോന്നിപ്പോവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള വലിയ തത്വങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ടെന്ന് പറഞ്ഞ് അയാൾ അബ്ദുള്ളയെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി മറിച്ചു വിറ്റു. 250 പൊന്നിന് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു മനുഷ്യൻ വാങ്ങി. പോകുന്ന വഴിക്ക് അയാൾ ചോദിച്ചു, എന്താ പേര്? പറഞ്ഞു, ഞാൻ അബ്ദുള്ള. അബ്ദുള്ളയുമായിട്ട് വീട്ടിലെത്തിയ യജമാനൻ തൻ്റെ മകളെ വിളിച്ചു. ആമിന. എന്തേ ബാപ്പ എന്ന് പറഞ്ഞു മകൾ ഓടിയെത്തി. ഒരു ചാക്കെടുത്തിട്ട് വാ. മകൾ ഒരു പഴയ ചാക്കെടുത്ത് കൊണ്ടുവന്നു. യജമാനൻ അത് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ ഉമ്മയില്ലാത്ത 3 പെൺമക്കളാണ്. ഒന്ന് ഇവള്, മറ്റ് 2 ഇവൾക്ക് താഴെയാണ്. ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ നിൻ്റെ സ്ഥലം വീടിനകത്തല്ല. നീ കിടക്കേണ്ടത് ഒട്ടകത്തൊഴുത്തിൻ്റെ അടുത്ത്, ഒട്ടകങ്ങളെ കെട്ടുന്ന ആലയോട് ചേർന്നുള്ള കൂരയിലാണ്. മനസ്സിലായോ? മോളെ, നീ അടിമയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്ക്. എന്നിട്ട് അവനെ നമ്മുടെ തോട്ടങ്ങൾ കാണിച്ചു കൊടുക്ക്. അവൻ വെള്ളം തേവട്ടെ. അബ്ദുള്ള, നീ വെള്ളം തേവിയിട്ട് പുല്ല് ചെത്തണം. ഒട്ടകങ്ങൾക്കും കാലികൾക്കും തീറ്റയും വെള്ളവും കൊടുക്കണം. താഴെ വീണ ഈത്തപ്പഴങ്ങൾ പെറുക്കി കൂട്ടി വെക്കണം. ഒട്ടകത്തിനുള്ള തീറ്റയ്ക്ക് വെക്കണം. എല്ലാം സന്ധ്യയ്ക്ക് മുമ്പ് തീർത്തോളണം കേട്ടോ എന്നു പറഞ്ഞ് അയാൾ ഗോവണി കയറി മുകളിലേക്ക് പോയി. ആമിന വേഗം അടുക്കളയിൽ പോയിട്ട് റൊട്ടിയും കറിയും എടുത്ത് വന്നിട്ട് അബ്ദുള്ളയോട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ. അവൾ ഒട്ടകക്കൂടിൻ്റെ ചെരുവിൽ ഈത്തപ്പനയോലകൾ കുത്തിമറച്ച അടിമകൾക്ക് വേണ്ടി പണിത ആ കൂട്ടിനുള്ളിലേക്ക് നടന്നു. റൊട്ടിയും കറിയും കൂടിനുള്ളിലേക്ക് വെച്ചു കൊടുത്തു. ആമിന അബ്ദുള്ളയുടെ ആകാര ഭംഗി ആസ്വദിക്കുകയായിരുന്നു. അടിമയാണെങ്കിലും ആരോഗ്യമുള്ളവനാണ്. ഒരു പ്രത്യേക മുഖപ്രസാദമുണ്ട് അബ്ദുള്ളക്ക്.
അബ്ദുള്ള, ഭക്ഷണം കഴിച്ചിട്ട് താങ്കൾ പോയിട്ട് പണികൾ എടുത്തോ എന്ന് പറഞ്ഞ് ആമിന മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. അബ്ദുള്ള യജമാനൻ പറഞ്ഞ പണികൾ മുഴുവൻ തീർത്തിട്ട് തൻ്റെ റൂമിൽ വന്നിട്ട് ഇബാദത്തിൽ മുഴുകിയിരിക്കുകയാണ്. ദിവസങ്ങൾ പലതും കടന്നുപോയി. പിതാവിൻ്റെ കണ്ണു വെട്ടിച്ച് ആമിന പലപ്പോഴും അബ്ദുള്ളയോട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വരും. ഒരു ദിവസം ഒട്ടകങ്ങൾക്കുള്ള പുല്ല് ചെത്തുന്ന അബ്ദുള്ളയുടെ അടുത്തേക്ക് ആമിന കടന്നു വന്നിട്ട് മുന്നിലങ്ങനെ നിന്നു. പക്ഷേ അബ്ദുള്ള അത് കണ്ടതായിട്ട് ഭാവിച്ചില്ല. അപ്പോൾ ആമിന പറഞ്ഞു, ഇനി കുറച്ച് സമയം വിശ്രമിച്ചോ, എന്നിട്ട് മതി ജോലി. വിശ്രമം അടിമകൾക്ക് പറഞ്ഞതല്ലല്ലോ. അബ്ദുള്ള പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിനക്ക് അനുസരിച്ചുകൂടെ? അങ്ങനെ എല്ലാം അനുസരിക്കാൻ കഴിയില്ല. ആമിനയുടെ നിൽപ്പും വർത്തമാനവും പിതാവ് കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ ക്ഷുഭിതനായിട്ട് ചാടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എടാ ദ്രോഹി, 250 സ്വർണ്ണ നാണയങ്ങൾ എണ്ണിക്കൊടുത്ത് നിന്നെ അടിമയാക്കി വാങ്ങിയത് എൻ്റെ മകളുമായിട്ട് സംസാരിച്ച് നിൽക്കാനാണോ എന്ന് ചോദിച്ചിട്ട് ഒരു അടി കൊടുത്തു. അടി കൊണ്ട് അബ്ദുള്ള നിലത്ത് വീണു. നിലത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. ആരോടും പരാതിയോ പരിഭവമോ ഇല്ല. യജമാനൻ ക്ഷുഭിതനായി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് തിരിച്ചുപോയി. ബാപ്പ എന്തോ ആവശ്യത്തിന് പുറത്തുപോയി എന്ന് ഉറപ്പായപ്പോൾ ആമിന വീണ്ടും വന്നു. അബ്ദുള്ള, വല്ലതും പറ്റിയോ? ഇല്ല, തൽക്കാലം ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് റൊട്ടി കൊണ്ടുവന്ന് തരട്ടെ? വേണ്ട, ഞാനൊരു അടിമയാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ഇരുകാലി മൃഗമാണ്. 4 കാലികൾക്ക് കിട്ടുന്ന പരിഗണന പോലും പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറില്ല. അപ്പോഴേക്കും ബാപ്പ മടങ്ങി വന്നു. പിതാവിൻ്റെയും 2 അനിയത്തിമാരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് വേണം ആമിനയ്ക്ക് അബ്ദുള്ളയെ കാണാൻ വരാൻ. ആ ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേ ദിവസം പ്രഭാതമായി. യജമാനൻ തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട് അബ്ദുള്ളയെ വിളിച്ചു. അബ്ദുള്ള ഇബാദത്തിലായിരുന്നു. അബ്ദുള്ള എന്ന് 3 തവണ വിളിച്ചു. പിന്നീട് അയാൾക്ക് ദേഷ്യം ഇരച്ചു കയറി. നേരെ ഒട്ടകത്തെ തല്ലുന്ന ചാട്ടവാറും എടുത്ത് പുറത്തേക്കിറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് അവൻ്റെ അവസാനമാണെന്ന്. അബ്ദുള്ള ശബ്ദം കേട്ട് മുതലാളി എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് പുറത്തേക്കിറങ്ങി. വിളിച്ചാൽ വിളിച്ച സമയത്ത് തന്നെ വരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അടി. അബ്ദുള്ള പറഞ്ഞു, എന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഇല്ല, വേണ്ട, നിന്നെ ഞാൻ ഇന്ന് പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ് വീണ്ടും അടി. ഇത് കണ്ട് ആമിന ഓടി വന്ന് ചാട്ടവാറ് പിടിച്ചു വാങ്ങിച്ചു. അവൾ പറഞ്ഞു, ബാപ്പാ, ഇനി അടിച്ചാൽ ആ മനുഷ്യൻ മരിച്ചു പോകും. ആയിക്കോട്ടെ, ഞാൻ മാർക്കറ്റിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിച്ച എൻ്റെ അടിമ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ അടിച്ചു കൊല്ലും. ഇത് കേട്ട് ആമിന ചിരിച്ചു. എന്താടി നീ ചിരിക്കണേ? അല്ല, നിങ്ങളുടെ കാര്യം ആലോചിച്ച് ചിരിച്ചതാണ്. നിങ്ങളുടെ അടിമ ഒരു തവണ മാത്രം നിങ്ങളെ അനുസരിക്കാത്തതിന് നിങ്ങൾ അയാളെ അടിച്ച് ഈ പരുവത്തിലാക്കി. അള്ളാഹു നിങ്ങളെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ട് പടച്ചോൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്നേ വരെ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു നിങ്ങളെ തല്ലാൻ തുടങ്ങിയാൽ അത് എങ്ങനെയുള്ള തല്ലായിരിക്കും? അത് കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത് പറഞ്ഞപ്പോൾ യജമാനന് കാര്യം മനസ്സിലായി. അയാൾ പറഞ്ഞു, ഈ മനുഷ്യനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ അയാളെ കല്യാണം കഴിച്ചൊടി. നീ കല്യാണം കഴിക്ക്, അടിമയെ കല്യാണം കഴിക്ക് എന്ന് സുന്ദരിയായ മകളോട് അയാൾ പറഞ്ഞപ്പോൾ ആ മകൾ പറഞ്ഞു, ഉപ്പ, എന്ത് വൃത്തികേടാണ് നിങ്ങൾ ഈ പറയുന്നത്? അതേടി, നിൻ്റെ സ്നേഹം കൊണ്ടല്ലേ നീ അവന് വേണ്ടി വാദിക്കുന്നത്. വേണമെങ്കിൽ നീ കല്യാണം കഴിച്ച് ജീവിക്ക്. പക്ഷെ ഉപ്പ പറഞ്ഞ ആ കാര്യം ആ മകളുടെ മനസ്സിൽ കല്ലിൽ കുത്തിവെച്ച കവിത പോലെ മായാതെ കിടന്നു. പിന്നീട് അബ്ദുള്ളയായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. പിറ്റേ ദിവസം മുതലാളി വന്നിട്ട് പറഞ്ഞു, അബ്ദുള്ള, ഞാൻ എൻ്റെ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു ദീർഘയാത്ര പോവുകയാണ്. നീ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തീർക്കണം. പിന്നെ ഒരു കാര്യം, എൻ്റെ 3 പെൺമക്കളും ഞാനില്ലാത്ത സമയത്ത് പുറത്തു പോകണമെന്ന് പറയും. പക്ഷെ നീ വിടരുത്. ഞാൻ മടങ്ങി വരുന്നത് വരെ ഗേറ്റ് പൂട്ടി തന്നെ കിടക്കണം. അവരെങ്ങാനും പുറത്തു പോയാൽ ഞാൻ തിരിച്ചു വന്ന് നിന്നെ കൊന്നു കുഴിച്ചു മൂടും. മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഗേറ്റ് പൂട്ടി താക്കോല് അബ്ദുള്ളയെ ഏൽപ്പിച്ചു. യജമാനൻ്റെ ഒട്ടകം നടന്നു നീങ്ങുന്നത് അബ്ദുള്ള കണ്ടു. അബ്ദുള്ള നേരെ ഒട്ടകത്തൊഴുത്തിൻ്റെ ആലയിൽ വന്നിരുന്നു. ആമിനയുടെ നേരെ താഴെയുള്ള 2 പെൺകുട്ടികൾ ബാപ്പ പോയ സമയം നോക്കി അങ്ങാടി കറങ്ങാൻ ഇറങ്ങി. ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. അവർ നേരെ അബ്ദുള്ളയുടെ അടുത്ത് വന്നിട്ട് ഗേറ്റിൻ്റെ താക്കോൽ എവിടെ എന്ന് ചോദിച്ചു.
താക്കോൽ എൻ്റെ കൈവശമുണ്ട്, പക്ഷെ ഞാൻ തരില്ല എന്ന് അബ്ദുള്ള മറുപടി പറഞ്ഞു. എന്തുകൊണ്ട് തരില്ല? എൻ്റെ മുതലാളി പറഞ്ഞതുകൊണ്ട് തരില്ല. മുതലാളി പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുതെന്ന്. മുതലാളിയെ വഞ്ചിക്കാൻ എനിക്കാവില്ല. ഓഹോ, അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. മുതലാളിയൊന്നും അറിയില്ലെന്നേ. താക്കോൽ ഇങ്ങ് താ. നിങ്ങളുടെ ഉപ്പ അറിഞ്ഞില്ലെങ്കിലും എൻ്റെ റബ്ബ് അറിയുമല്ലോ, അതുകൊണ്ട് ഞാൻ തരില്ല. അങ്ങനെ താക്കോൽ കൊടുക്കാത്ത ദേഷ്യത്തിന് ആ 2 പെൺകുട്ടികളും ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ പൊതിരെ തല്ലി. ആ സമയത്ത് ആമിന കടന്നു വന്നിട്ട് 2 അനിയത്തിമാരെയും പിടിച്ചു മാറ്റി റൂമിലിട്ട് പൂട്ടി. എന്നിട്ട് ലേശം ചില മധുര പലഹാരങ്ങളുമായിട്ട് വന്നിട്ട് അബ്ദുള്ളയുടെ അടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, അബ്ദുള്ള, താങ്കൾക്ക് ഇഷ്ടമാകും എന്ന് കരുതി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഈ പലഹാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ പലഹാരങ്ങൾ കൈമാറുന്നതിനിടയ്ക്ക് അബ്ദുള്ളയുടെ കയ്യിലൊന്ന് സ്പർശിച്ചു. ആ സമയത്ത് അബ്ദുള്ള തൻ്റെ കൈ വലിച്ചു. പലഹാരങ്ങൾ നിലത്ത് വീണു. ആ ഭക്ഷണത്തിലെ അഴുക്കുകളെല്ലാം കളഞ്ഞു, വൃത്തിയാക്കി. ആ സമയത്ത് ആമിന ചോദിച്ചു, അബ്ദുള്ള, സുന്ദരിയായ ഒരു മുതലാളി പെണ്ണ് അടിമയായ നിന്റെ കയ്യിലൊന്ന് സ്പർശിച്ചു എന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ? ഇല്ല, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാൽ എനിക്ക് പ്രശ്നമല്ല. ആമിന, പെണ്ണെന്ന നിലക്ക് അന്യപുരുഷനാകുന്ന എൻ്റെ ദേഹത്ത് നീ തൊടുന്നതാണ് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത്. അബ്ദുള്ളയുടെ ആ പരിശുദ്ധമായ മനസ്സുകൂടി കണ്ടപ്പോൾ ആമിന എന്ന ആ സുന്ദരിയായ യുവതി ഒന്നുകൂടി അയാളിലേക്ക് അടുത്തു. 2 ദിവസം കഴിഞ്ഞ് യജമാനൻ മടങ്ങി വന്നു. കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവരെ അബ്ദുള്ളക്ക് പരിചയപ്പെടുത്തി. അബ്ദുള്ള, ഇവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇവർക്ക് മട്ടൻ കറി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും നല്ല വസ്തു എടുത്തിട്ട് ഫ്രൈ ആക്കണമെന്ന് പറഞ്ഞു. അബ്ദുള്ള സമ്മതിച്ചു. ആടിനെ അറുത്ത് കറി വെച്ചു. നാവ് തന്നെ എടുത്ത് ഫ്രൈ ആക്കി കൊടുത്തു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്ന യജമാനൻ എന്താ ഫ്രൈ ആക്കിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, നാവാണ് ഫ്രൈ ആക്കിയത് എന്ന്. അത് പറഞ്ഞതും ഒരൊറ്റ അടി കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ബുദ്ധിയുണ്ടോടോ അബ്ദുള്ള? നാവാണോ ഫ്രൈ ആക്കിയത്? നാവാണോ നല്ല സാധനം? നിനക്ക് ബുദ്ധിയുണ്ടോ എന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഞാൻ വിചാരിച്ചു നീ അതിൻ്റെ ലിവറെങ്ങാനും എടുത്ത് ഫ്രൈ ആക്കുമെന്ന്. അബ്ദുള്ള, നീ ഒരു കാര്യം ചെയ്യ്. നീ രാത്രി വേറെ ഒരു ആടിനെ അറുത്തിട്ട് അതിൻ്റെ ഏറ്റവും മോശം സാധനം എടുത്തിട്ട് ഫ്രൈ ആക്ക്. നിനക്ക് ബുദ്ധിയുണ്ടോ എന്ന് നോക്കട്ടെ. രാത്രിയിൽ ആടിനെ അറുത്തിട്ട് അതിൻ്റെ നാവ് തന്നെ ഫ്രൈ ആക്കി കൊടുത്തു. ഇത് കണ്ടിട്ട് യജമാനൻ ചോദിച്ചു, ഇതെന്താ സാധനം? നാവ് തന്നെ എന്ന് പറഞ്ഞതും കൊടുത്തു വീണ്ടും അടി. രാവിലെ നല്ല സാധനം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴും നാവ്, രാത്രി മോശം സാധനം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴും നാവ്. നിനക്ക് ബുദ്ധിയുണ്ടോടോ അബ്ദുള്ള എന്ന് ചോദിച്ചപ്പോൾ അബ്ദുള്ള പറഞ്ഞു, മുതലാളി, ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം എന്നെ അടിച്ചോ? അതായത് രാവിലെ നല്ല സാധനം എന്ന് പറഞ്ഞപ്പോൾ നാവ് കൊണ്ടുവരാനുള്ള കാരണം, നാവ് കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടാവിനെ പ്രകീർത്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ദൈവിക മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ, നല്ലത് പറയുമ്പോൾ ആ നാവിനേക്കാൾ നല്ല ഏത് അവയവമാണ് ഉള്ളത്? അപ്പോൾ യജമാനൻ പറഞ്ഞു, അത് ശരിയാണ് നീ പറഞ്ഞത്. ഇനി രാത്രി മോശപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ നാവ് കൊണ്ടുവന്നതോ? ആ നാവ് കൊണ്ട് മറ്റൊരാളെ ചീത്ത പറഞ്ഞാൽ, ഈബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ ആ നാവിനേക്കാൾ മോശപ്പെട്ട ഏത് അവയവമാണ് ഉള്ളത്? യജമാനൻ പറഞ്ഞു, അതും ശരി തന്നെ നീ പറഞ്ഞത്. അബ്ദുള്ള, നീ ഇങ്ങ് വാ. നീ ലുക്മാനുൽ ഹക്കീം എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വലിയ തത്വങ്ങളൊക്കെ പറയുന്ന ആളാണ്. ആ ലുക്മാനുൽ ഹക്കീം പോലും ഇത്ര വലിയ തത്വങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, പടച്ചോനെ, എന്നെ നീ അറിയിക്കല്ലേ അല്ലാ. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു 10 വർഷം ആ അടിമ ജീവിതം ജീവിച്ചു. 10 വർഷത്തെ പീഡനം ആ മഹാൻ അനുഭവിച്ചു. പക്ഷേ മുതലാളിക്ക് വളരെ സ്നേഹമായിരുന്നു. കാരണം എന്ത് പണി പറഞ്ഞാലും വളരെ പെട്ടെന്ന് എടുത്തു തീർക്കും. ആമിനയാണെങ്കിൽ ഈ 10 വർഷവും അദ്ദേഹത്തിൻ്റെ പിന്നാലെയായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ് ആമിനയെക്കൊണ്ട്. ഒരുപാട് ദിവസങ്ങൾ അവൾ വന്നു അബ്ദുള്ള എന്ന തൻ്റെ ഇഷ്ടഭാജനത്തിൻ്റെ അടുത്തേക്ക്. അപ്പോഴൊക്കെ അദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തി വിടും അവളെ. എന്നാൽ ഒരു ദിവസം ആമിന രണ്ടും കൽപ്പിച്ച് തൻ്റെ മുറിയിൽ നിന്ന് ആരും അറിയാതെ പുറത്തിറങ്ങി. പുറത്തുള്ള അബ്ദുള്ളയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അബ്ദുള്ള ഒരു വിളി ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് എണീറ്റ് പുറത്തേക്ക് വന്നു. നോക്കുമ്പോൾ കാണുന്നത്
ആമിന നല്ല ഭംഗിയിൽ വസ്ത്രങ്ങൾ ഉടുത്ത് പതിവിലും സുന്ദരിയായിട്ട് പുറത്തു വന്ന് നിൽക്കുന്നു. എന്തു പറ്റി ആമിന? ഈ രാത്രിയുടെ മൂകയാമത്തിൽ എൻ്റെ ആഗ്രഹങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടും. എല്ലാവരെയും ഞാൻ വിവരമറിയിക്കും. വരൂ, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. ഇല്ല ആമിന, നീ ഇപ്പോൾ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അബ്ദുള്ള അവളെ പറഞ്ഞു വിടാൻ നോക്കി. എന്നെ പറഞ്ഞു വിടാൻ നോക്കിയാൽ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. ഉപ്പ വന്നാൽ അറിയാലോ, രണ്ടിനെയും തല്ലിക്കൊല്ലും. അബ്ദുള്ള, അറിയാലോ ഉപ്പാൻ്റെ സ്വഭാവം. ഉപ്പാൻ്റെ കൈകൊണ്ട് രണ്ടുപേരും മരിക്കേണ്ടി വരും. ഒരുമിച്ച് മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല. എങ്കിലും ഇനിയും കാത്തുനിന്ന് ജന്മം തുലക്കാൻ എനിക്ക് വയ്യ അബ്ദുള്ള. എൻ്റെ യജമാനനെ വഞ്ചിക്കുന്ന ഒരു ചിന്ത പോലും എന്നിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ആമിന, നീ ഇപ്പോൾ പോ. സമയമാകുമ്പോൾ ഞാൻ അറിയിക്കും. ഇനി എനിക്ക് ഒരു നിമിഷം പോലും കാത്തു നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് ആമിന അബ്ദുള്ളയുടെ കയ്യിൽ പിടിച്ച് തൂങ്ങിയപ്പോൾ അബ്ദുള്ള കൈ കുടഞ്ഞു. അപ്പോൾ ആമിന തെറിച്ച് അപ്പുറത്തേക്ക് വീണു. അപ്പോൾ അവിടെ കിടന്ന് വിളിച്ചു കൂവി. ശബ്ദം കേട്ട് 4 ഭാഗത്തു നിന്നും ആളുകൾ ഓടിക്കൂടി. കൂട്ടത്തിൽ യജമാനനുമുണ്ടായിരുന്നു. 10 വർഷം ഈ വീട്ടിൽ നിന്ന് ഉപ്പും ചോറും തിന്ന നീ എൻ്റെ മകളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അടി. എൻ്റെ മുതലാളി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവളോട് ചോദിക്ക് എന്ന് അബ്ദുള്ള പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അയാളുടെ ചെവിയിൽ പോയില്ല. അയാൾ ആഞ്ഞടിച്ചു. മാത്രമല്ല, അത് കണ്ട് നിൽക്കുന്നവനും പോകുന്നവനും വരുന്നവനും എല്ലാം അടിയോടടിയായിരുന്നു. അങ്ങനെ അബ്ദുള്ള എന്ന് പറയുന്ന നമ്മുടെ ഈ കഥാപുരുഷൻ അടി കൊണ്ട് നിലത്ത് വീണ് കിടക്കുന്നു. ആ സമയത്ത് ആമിനക്ക് തോന്നി, ഇങ്ങനെ പോയാൽ ഇവരെല്ലാവരും കൂടി ആ മനുഷ്യനെ കൊല്ലും. ആമിന ഓടിച്ചെന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, ആ മനുഷ്യനെ ഇനി തല്ലരുത്. എന്തിന്? നീ 10 വർഷം മുൻപ് ഇതുപോലെ എന്നോട് തല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തല്ലാതെ പോയിട്ടുമുണ്ട്. ബാപ്പ, അന്ന് 10 വർഷം മുൻപ് നിങ്ങൾ പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ഈ മനുഷ്യനെ കല്യാണം കഴിക്കാൻ. അന്ന് നിങ്ങളോട് തോന്നിയ മനസ്സിൻ്റെ പ്രതികാരമാണ് ഇന്ന് സ്നേഹമായിട്ട് പരിണമിച്ചത്. പക്ഷേ ഈ മനുഷ്യൻ നല്ലയാളാ. ഈ മനുഷ്യൻ്റെ മനസ്സ് നല്ലതാ. അല്ലെങ്കിൽ ബാപ്പാൻ്റെ മോള് പണ്ടേ വഴി പിഴച്ചു പോകുമായിരുന്നു. ഇയാളുടെ മനസ്സ് നല്ലതല്ലെങ്കിൽ 10 വർഷം ഇയാളുടെ ബാക്കിൽ നടന്നപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു തന്ന മനുഷ്യനാ ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഞാനാണ് തെറ്റുകാരി. ഇയാൾ എൻ്റെ മുറിക്കകത്തല്ലല്ലോ ഉള്ളത്. ഞാൻ ഇയാളുടെ അടുത്തേക്ക് വന്നതല്ലേ. അപ്പോൾ അവിടെ ഞാനാണ് തെറ്റുകാരി. ആ സമയത്ത് ആ ബാപ്പാക്ക് ബോധോദയമുണ്ടായി. എടി, നീ കാരണമാണ് ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു 2 അടി അവൾക്ക്. ആ സമയത്ത് അബ്ദുള്ള വിളിച്ചു പറഞ്ഞു, പെണ്ണിനെ തല്ലരുത്, അവൾ പാവമാണ്, അവളെ തല്ലാൻ പാടില്ല. ആ സമയത്ത് അബ്ദുള്ള ഒരു ചെറുപ്പക്കാരനോട് അടുത്തേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് അയാളുടെ ചെവിയിൽ 1-2 പച്ചില മരുന്നിൻ്റെ പേര് നിർദ്ദേശിച്ചു. ആ ചെറുപ്പക്കാരൻ വേഗം പോയിട്ട് പച്ചില മരുന്ന് കൊണ്ടുവന്നു. ഇനി അതിൻ്റെ നീരെടുത്ത് എൻ്റെ മുറിവിൽ തേച്ചതാ, കുറച്ച് എനിക്ക് കുടിക്കാനും താ. അയാൾ പറഞ്ഞത് പ്രകാരം ചെയ്തു. അപ്പോൾ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പൂർവാധികം ആരോഗ്യത്തോടെയും ശക്തിയോടെയും എഴുന്നേറ്റു നിന്നു. 10 വർഷത്തെ തൻ്റെ അടിമത്ത ജീവിതം അവസാനിക്കാൻ പോകുകയാണ്. എഴുന്നേറ്റു നിന്ന ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരു അശരീരി കേട്ടു. ഈ കൂടി നിൽക്കുന്ന ജനങ്ങളോട് നിങ്ങൾ ലുക്മാനുൽ ഹക്കീം ആണെന്ന് അറിയിക്കണമെന്നായിരുന്നു ആ അശരീരി. അവർ ചോദിച്ചു, താങ്കൾ ആരാണെന്ന്. ലുക്മാനുൽ ഹക്കീം എന്ന പാപിയായ മനുഷ്യനാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ അടിമ ഉടമയായി മാറി. ഇതെല്ലാം കണ്ടും കേട്ടും തളർന്ന ആമിനയോട് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആമിന, 9.5 വയസ്സുള്ള സമയത്ത് അബിസീനിയയുടെ മണൽപ്പരപ്പിൽ നിന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് വിടുമ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞതാണ്, ഭാവിയിൽ നീ വിചാരിക്കാത്ത രൂപത്തിലൊരു വിവാഹം കഴിക്കുമെന്ന്. അങ്ങനെ അള്ളാഹു എനിക്ക് കണക്കാക്കിയ പെണ്ണ് നീയാകും. അതുകൊണ്ട് നീ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ആമിന പറഞ്ഞു, മഹാനവറുകളെ, അങ്ങയുടെ ഈ പവിത്രമായ ശരീരത്തോട് ചേർന്ന് കിടക്കാനുള്ള ഭാഗ്യമൊന്നും ഈ പാപിയായ എനിക്കില്ല. പക്ഷേ മൗനം സമ്മതമായിട്ട് കരുതിയിട്ട് പിറ്റേ ദിവസം ആമിനയെ ആ വീട്ടിൽ നിന്ന് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞ് മധുവിധുവിൻ്റെ പ്രഥമ രാത്രി. അവർക്ക് ഉണ്ടാക്കി വെച്ച മണിയറയിലേക്ക് കടന്നില്ല രണ്ടുപേരും. 10 വർഷം തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മൂകസാക്ഷിത്വം വഹിച്ച ആ ഒട്ടകത്തൊഴുത്തിൻ്റെ ആലയുടെ അടുത്തുള്ള ചെറ്റക്കുടിലിലേക്ക് തൻ്റെ ഭാര്യയെ ക്ഷണിച്ചു അദ്ദേഹം.
അവിടെ അവർ രണ്ടുപേരും ആ ജീവിതത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചു. പിറ്റേ ദിവസം ജനനിബിഡമായി അവിടെ. ഇബാദത്തുകളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹമായിരുന്നു ആ നാട് വിട്ടു പോകണമെന്നത്. അങ്ങനെ ആ നാട് വിട്ട് അവർ കറങ്ങിത്തിരിഞ്ഞ് എത്തിപ്പെട്ടത് നോർദിയിലാണ്. നോർദി എന്ന് വെച്ചാൽ ഇന്നത്തെ ഫലസ്തീൻ. അന്ന് നോർദിയിലെ രാജാവും പരിവാരങ്ങളും ഒരു വമ്പിച്ച സ്വീകരണമാണ് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് നൽകിയത്. ജനലക്ഷങ്ങൾ ആ മഹാൻ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു. അന്നത്തെ ആ സ്വീകരണത്തിൽ ആ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരൊറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, പച്ചമരുന്നിൻ്റെ അത്ഭുത സിദ്ധി ലോകത്തിന് പഠിപ്പിക്കാൻ ഒരു ആയുർവേദ ഗവേഷണശാല നിർമ്മിക്കാൻ അനുമതി നൽകണം. അങ്ങനെ നോർദി ദ്വീപിൻ്റെ പരിസരത്ത് ലോകത്തിലെ ആദ്യത്തെ ആയുർവേദ ഗവേഷണശാല നിർമ്മിക്കപ്പെട്ടു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വന്നു. അവർക്ക് പച്ചമരുന്നിൻ്റെ അത്ഭുത സിദ്ധി പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ചില നാടുകളിലേക്ക് തൻ്റെ പ്രഥമ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ടുമുണ്ട്. അങ്ങനെ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഥമ ശിഷ്യനായിട്ട് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നയാളാണ് തമിഴ്നാട്ടിലെ മുത്തുപ്പേട്ട ദർഗാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദാവൂദുൽ ഹക്കീം എന്ന മഹാൻ. ഇത്രയുമാണ് ചരിത്രത്തിൽ ഈ കഥയുടെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.